സോ ഹായ്, ഇതൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് വ്ളോഗായിരിക്കും. കാരണം ഐ വാസ് പ്ലാനിങ് ടു ഷൂട്ട് ഒരു ബാംഗ്ലൂർ വ്ളോഗ്. ഞാൻ ഇപ്പം ബാംഗ്ലൂർ ഇതിന് മുന്നത്തുള്ള എൻ്റെ വ്ളോഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈദരാബാദ് വ്ളോഗ് ആയിക്കോട്ടെ, ദുബായ്, എന്തായാലും ലൈക്ക് ഓക്കെ ആദ്യം മുതലേ നമ്മൾ ട്രാവൽ ചെയ്യുന്നതും അവിടെ എത്തുന്നതും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നപ്പം ഇവിടെ വന്നതിന് എനിക്ക് 2-3 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, കുറച്ച് ഷോർട്ട് ടൈമാണ് വന്നത്. പിന്നെ എനിക്ക് വരുമ്പോൾ അറിയാം ഞാൻ കുറച്ച് വർക്ക് പരിപാടി, ഒരു ദിവസം ഷൂട്ടിംഗ് പരിപാടീസൊക്കെ ഉണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം ആ ദിവസം എന്തൊക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നതെന്നും, പിന്നെ എനിക്കൊന്ന് 2 ഫുഡ് സ്പോട്ട്, ഇപ്പം എൻ്റെ കൂടെ മൂസും വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും കുറേ ഫുഡ് സ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഒരു ഫുഡ് വ്ളോഗും അങ്ങനെ മിക്സ് ചെയ്തൊരു പരിപാടി ഒരു ബാംഗ്ലൂർ സെറ്റപ്പിൽ ചെയ്താലോ എന്നാണ് എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം വരുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ വരുന്ന ട്രാവലോ എന്തൊക്കെ പാക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ ഇവിടെ എത്തിയത് അങ്ങനത്തെ വിശേഷങ്ങളൊന്നും ഇല്ലാണ്ട് നാളെ, അതായത് ഞാൻ വന്നു, ഇന്നൊരു ഡേ കഴിഞ്ഞു, അപ്പം നാളെ എന്താണ് നമ്മൾ പ്രോപ്പർ ചെയ്തൊരു ഡേ, മൈ ഷൂട്ട് ഡേ ഇൻ ബാംഗ്ലൂർ, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇൻ ബാംഗ്ലൂർ, ആ പരിപാടിയിൽ എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഫ്ലൈറ്റിൽ ഞാൻ കയറിയതിടം തൊട്ട് എനിക്ക് ഒരുപാട് ഇങ്ങനെ നല്ല നല്ല മൊമെന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഞാനത് ഇത് വ്ളോഗ് ആക്കണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ഓരോ സമയത്തും ലിറ്ററലി അത് അങ്ങനത്തെ ഓരോ മൊമെന്റ്സ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളത് ഷൂട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ എടുത്തു വെച്ചു. ഇതിപ്പം നിങ്ങൾ കാണുമ്പം മൊത്തത്തിലൊരു ഓർഡർ ഇല്ലാതെ വളരെ മെസ്സി ആയിട്ടുള്ള ഒരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സ്, സ്റ്റിൽ ഇന്ന് വരെയുള്ള കുറച്ച് കട്ട്സാണ് ഞാൻ വന്നിടുന്നുണ്ടുള്ള. അപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു രീതിയിലും വ്ളോഗിൽ പെടില്ല എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്ളോഗിൽ കാണിക്കാൻ പോവാണ്. കിട്ടിയാ കയറി കിട്ടിയാ? വേറെ എന്താണ് ഇനി കഴിക്കാൻ? ഇവിടെ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക് ഉണ്ട്, അത് കഴിക്കണം. അത് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചോ? കുറേ സാധനങ്ങൾ ഇരിക്കണം. പാസ്ത ഒക്കെ അത്യാവശ്യം. നമുക്ക് ഒരു കാര്യം ചെയ്യുന്നു, ഷൂട്ട് എടുക്കണം. നമുക്ക് ആ ഫുഡ് എന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ട് രാത്രി ഡെസേർട്സ്. ലോട്ടസ് ബിസ്കോഫ് ചീസ് ഹലോ പെട്ടെന്നായി. എവിടെയാ? നാളൊക്കെ ഞാൻ വരണമെന്നാണ്.
ദിൽഖുഷ് കീറ് കടയിൽ മൊത്തം ബ്രെയിൻ ഓടിക്കൊണ്ടിരിക്കുക. कबीर कहाँ गया? ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളിലൂടെ ഫോട്ടോഷൂട്ട്. കഴിക്കാനായിട്ട് ഞാനും കൂടെ. പുക കാണുന്ന സ്ഥലം ആണ് അല്ല അനിപ്പ കാണുന്ന സ്ഥലമാണ്. എന്താ എങ്ങടാ പോന്നേ? ഓക്കെ. എവിടേക്ക് പോയിട്ടുണ്ടല്ലോ ബൈക്കിൽ പറഞ്ഞ? എവിടേക്ക് പോയിട്ടുണ്ടല്ലോ? കണ്ണൂർ, കൊച്ചി ടു കോഴിക്കോട്. അപ്പൊ വലിയ റൈഡറിനോടാ നീ പോകുന്നത്. അപ്പൊ നമ്മൾ കുറെ ഫുഡ് സ്പോട്ടുകൾ ബാക്കി ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ട്. ഇതും ഒരു ഫുഡ് ബ്ലോഗർ ആണോ? ഞാൻ ഫോട്ടോഗ്രാഫർ. ഓക്കെ. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഞാനും പ്ലാൻ ചെയ്തു. കുറച്ച് ഇവരിവിടെ ഫുഡ് പ്ലാനിങ് ചെയ്യും. നമ്മള് ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഫുഡ് സ്പോട്ടിലാണ് ഫോട്ടോ നിൽക്കുന്നത്. അതാണ് മെയിൻ നമ്മളത്. എനിക്കിപ്പോ ലാഭമായി. ഓ തീർന്നല്ലോ. അവിടെ വരും. ഓ എന്താ കഴിക്കുന്നത്? കഴിച്ചോ? യമ്മി ടേസ്റ്റി അല്ലേ? എങ്ങനെയുണ്ട്? ആ കടന്ന് വാങ്ങിയതല്ലേ? ഇതേതാ സ്ഥലം? ബാംഗ്ലൂരിലൂടെ ബൈക്ക് സഞ്ചാരത്തിലേക്ക് നമ്മളിങ്ങനെ മുഖം കഴിക്കണം ഗൈസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. ഫ്രം സീങ് അപർണ ഫ്രം എയർപോർട്ട് ടു ഞാനും ഫൈവും ഒരുമിച്ചൊരു ബൈക്ക് റൈഡിങ് ബാംഗ്ലൂർ. ഇതെത്ര ഞാൻ വിചാരിച്ചതേ ഇല്ല. നമ്മള് ഒരു മൊമെന്റ് പോലും നമ്മൾ ചിന്തിക്കില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ ഇങ്ങനെ പോകുമായിരിക്കാം, അങ്ങനെ ചെയ്യായിരിക്കും, ഇന്ന സ്ഥലത്ത് പോകുമായിരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നും ഒരു രീതിയിലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇന്ന് നടന്നത്. സോ ദിസ് ഡേ ഈസ് വെരി സ്പെഷ്യൽ.
ആൻഡ് ഐ ഡോണ്ട് നോ, ഈ നമ്മൾ പറയില്ലേ ദൈവം എല്ലാ ദിവസവും നമ്മുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പം സോ അതങ്ങനെ തന്നെ നടന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി നാളെയാണ് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്ത് എൻ്റെ വ്ളോഗ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ പ്ലാനിങ്ങിലുള്ള നാളത്തെ ഷൂട്ട് ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ബാംഗ്ലൂർ വ്ളോഗ് നാളെ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. തൽക്കാലത്തേക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ തുടച്ച് പോയിക്കണം ഉറങ്ങാൻ പോവാണ്. നാളെ തൊട്ട് എന്താണോ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത കാര്യം ഇതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഗുഡ് മോർണിംഗ്. നമ്മുടെ ശരിക്കും പ്ലാൻ ചെയ്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാവിലെ ഇവിടെ കുറച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഹോട്ടലിൽ. നമ്മൾ കോട്ടയം ബൈ മാരിറ്റിലാണ് ഉള്ളത്, ലൈക്ക് ORR ഔട്ടർ റിംഗ് റോഡിലുള്ള. അപ്പം ഇവിടെ കുറച്ച് ഫുഡ് പരിപാടിയും ഇവിടെ കുറേ ഡൈനിങ് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമ്മളെന്താ നോക്കും. പിന്നെ രാവിലെ ചെറിയൊരു ഷൂട്ട് നമ്മളിവിടെ വെച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് പോകും. അവിടുത്തെ വീഡിയോ ആക്ച്വലി റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ആ പരിപാടി കുറച്ച് സംഭവങ്ങളുണ്ടാവും, ഞാൻ നിങ്ങളുടെ പിന്നീട് പറയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായാലും ഫോൺ ഉണ്ടാവില്ലായിരിക്കും. അപ്പം അന്നേരം ഈ വ്ളോഗ് പരിപാടി ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് പുറത്തൊക്കെ പോയി കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ദെൻ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോയി. പിന്നെ ചെറിയൊരു വിൻഡോ ഷോപ്പിംഗ് പരിപാടി, ഇങ്ങനത്തെ ഒരു പ്ലാനിലാണ് ഇന്നത്തെ വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഓൾവേസ് സ്റ്റാർട്ട് കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിച്ചു, താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ കൂൾ ഏരിയയിലാണ്. ഭയങ്കര കാറ്റല്ലേ, നല്ല തണുപ്പുള്ള. ഞാൻ വെയിലത്ത് നിൽക്കുകയായിരുന്നു, കാരണം എനിക്ക് തണുപ്പ് ഒരു പോയിന്റ് അപ്പോഴത്തേക്ക് പറ്റണേ ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 10:30-11 കഴിഞ്ഞു. നല്ല വെയിൽ വരേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ വെയിലുണ്ടെങ്കിലും കാറ്റൊരു രക്ഷയില്ല. നമ്മൾ മറ്റേ തണുപ്പത്തിങ്ങനെ വീശിയാണ്. കൂടുതലിറങ്ങാൻ നമുക്ക് രണ്ടുപേർക്കും അറിയാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് ചുമ്മാ കാറ്റൊക്കെ കൊണ്ട് വ്യൂ ഒക്കെ ആസ്വദിക്കുകയാണ്. കോട്ടയം ബൈ മാരിറ്റാണ് ഇവിടുത്തെ ഏറ്റവും എല്ലാ ബെസ്റ്റ് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ എല്ലാ രീതിയിലും ഒരാൾക്ക് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്ലേസ് തന്നെയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുമ്പോൾ ഞാൻ വെച്ച് വെറുതെയാണ്, ബട്ട് റിയലി നൈസ്, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ എനിക്ക് പൂള് കാണുമ്പോൾ സത്യമായിട്ട് ഇറങ്ങാൻ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. നമ്മൾ ഓൾ സെറ്റാണ്. രാവിലെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഷൂട്ടിന് വേറെ പോയിട്ട് വന്നു. അപ്പോൾ ഇനി നമ്മൾ വൈകിട്ട് അപ്പോഴത്തേക്ക് ഇവിടുത്തെ ചൂടൊക്കെ, ഇവിടെ വലിയ പൊതുവേ ചൂടില്ല, എന്നാലും ഒരു ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭയങ്കര കൂൾ ചില്ലായിട്ട് പോയി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെ പോയി എല്ലാം റെഡിയാക്കി വരാം. നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ അടുത്തൊരു കഫേയിൽ കയറി. അസൂറ നമ്മുടെ വീട്ടിലൊക്കെ മറ്റേ അസൂറ താത്ത നമ്മൾ പേരിടുമല്ലോ, അത് എനക്കൊരു കഫേ. അപ്പോൾ ഭയങ്കര രസമുള്ള കഫേയാണ്, ഭയങ്കര നല്ല ഭംഗിയുണ്ട് അത് ആംബിയൻസ് ഒക്കെ. തൽക്കാലം നമ്മൾ വാഷ്റൂമിലേക്ക് ഒരു ഡ്രസ്സ് മാറുന്നതിൻ്റെ പേരിൽ 2 ഐസ് ടീ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ ബ്രെയിൻ കഴിക്കാൻ പോകണം. ബാംഗ്ലൂർ വന്നിട്ട് ലാസ്റ്റ് നമ്മൾ വന്നപ്പം എംപയറിൽ പോയി ബ്രെയിൻ കഴിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ഹംസ അല്ലേ, പിന്നെ ഒരു ബേക്കറി ഉണ്ട്, തോമസ് ബേക്കറി. വിരാട് കോഹ്ലി ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി കഴിച്ചിട്ടേ പോകുള്ളൂ. ഫേമസ് ബേക്കറിയാണ്. അപ്പോൾ ഈ 2 സ്ഥലത്ത് നമ്മൾ പോകാൻ പോവാണ്. ആൻഡ് ഐ എം സോ ഹാപ്പി വിത്ത് ദ ഷൂട്ട് ടുഡേ. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിട്ടൊക്കെ വന്നു. കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫോട്ടോസ് കാര്യങ്ങളിൽ നിന്ന് കാണിച്ചു തരാം. ആൻഡ് സോ താങ്ക്ഫുൾ ടു തന്വി അസ്മി, ലൈക്ക് തന്വിയും ഈഷയും അവർ സിസ്റ്റേഴ്സാണ്. തന്വി ഈസ് ലൈക്ക് 18 years old ഉള്ളി, പക്ഷെ ഭയങ്കരമായിട്ട് പാഷനേറ്റായിട്ട് ഇങ്ങനെ ചെയ്യണം. അതായത് ഒരു ചെറിയ പ്രോപ്പ് പോലും അവൾക്കത് അങ്ങനെ വേണം, അത് ഇങ്ങനെ വേണം, അതിൻ്റെ പ്രോപ്പർ സ്ഥലം കണ്ടെത്തുക, ആ ഒരു സംഭവം. ഞാനൊക്കെ 18 വയസ്സ് സ്കൂൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ്. അപ്പം ഷി വാസ് റിയലി നൈസ്, ഭയങ്കര അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും വെച്ച് ഞാൻ അത്രയും സിങ്ക് ആവുന്നു പുള്ളിക്കാരത്തിയായിട്ട്. അപ്പോൾ ഐ എം സോ ഹാപ്പി വിത്ത് ബോത്ത് ഓഫ് ദം. 2 പേരും കില്ലാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ
ഇനി ഫുഡൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക്. ഇതൊരു സൂപ്പർ മാർക്കറ്റ് സെറ്റപ്പിലാണ് അവർ ചെയ്തിരിക്കുന്നത്. 8:30 ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും ഇവരിവിടെ ഉണ്ടാക്കി എല്ലാ സാധനവും തീരുന്നതാണ് പറഞ്ഞത്. ഇതുണ്ട് ലോഡ് കണക്കിന് ഒരു കേക്ക്സ്, പിന്നെ നമ്മൾ ചിപ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. കുറച്ച് ഏരിയ കുറച്ച് സൂപ്പർ മാർക്കറ്റ് പറഞ്ഞു. വീണ്ടും ബേക്കറി സെറ്റപ്പ്. എത്ര രൂപ? 690. 690 രൂപ ചീറ്റോസാണ്. ചുളുങ്ങിട്ട് പഴയതാണെന്ന് തോന്നുന്നു. എന്തായിരിക്കും ഇന്ത്യ കിട്ടാത്തതിനൊക്കെ ഭയങ്കര വിലയാണ് നമ്മുടെ നാട്ടിൽ. 690 ചീറ്റോസ് വെച്ചൂറി അവിടെ ഭദ്രമായിട്ട് 10 രൂപയുടെ ലൈസ് എടുത്തോ. 690 രൂപയുടെ ചീറ്റോസിന്റെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ക്രംസൺ മേബി എത്ര രൂപ? വെറും 690 മാത്രം. എന്റെ തരണ്ട, കൈ പിടിക്കാൻ പോലും പേടിയാ. സ്പൈസി ചിക്കൻ റോളാണ് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്തത്. അതെ. ആ സ്പൈസി ചിക്കൻ റോൾ അടച്ചു വെക്കുന്നു. മണ്ണും കറിയും കഴിക്കണോ? ഇതിന്റെ പേരെന്താ? ഇത് ചിക്കൻ ചൈനീസ് ബൺ. ചിക്കൻ ചൈനീസ് ബൺ. ഓക്കെ ഓക്കെ, അത് അടിപൊളി സെറ്റ്. പെപ്പറാന്ന് തോന്നുന്നത്. അടിപൊളി. അതാണ് പപ്സ്. ഇതാണോ അനുഷ്കയുടെയും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ. പിന്നെ ഫേവറേറ്റ് അതാകുമോ ഗൈസ്? നമ്മൾ വെയിറ്റിംഗ് ആണ്. മട്ടൺ പപ്സ് ആണ്. പക്ഷെ മട്ടൺ ഇവിടെ തീർന്നു. ആ വണ്ടിയുടെ ബോണറ്റ് ഇപ്പൊ പപ്സ് കൊണ്ട് നിറയും. ചിക്കൻ പപ്സ്. പപ്സ് കഴിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ആദ്യം നമ്മൾ പേപ്പർ ഇങ്ങനെ പിടിക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം നേരത്താവും. വാ തുറന്ന് വേണം കഴിക്കാൻ. പക്ഷെ ഇത് വിരാട് കോഹ്ലിയുടെയും അനുഷ്കയുടെ ഫേവറേറ്റാ. എന്റെ നാട്ടില് ക്രൗൺ ബേക്കറി ഉണ്ട്. അവിടെ നല്ല മുട്ട പപ്സും മീറ്റ് പപ്സും കിട്ടും. അത് അതേപോലത്തെ ബൺസും ചിക്കനും അടിപൊളി തന്നെന്നാ. ചിക്കനും ബണ്ണും ഏറ്റവും അടിപൊളി. പണ്ട് സ്ഥിരമായിട്ട് 5 രൂപയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും മേടിച്ച് കഴിക്കുന്നതാണ്. പിന്നെ കുറേ നാൾ വളർന്നപ്പോഴത്തേക്ക് കുറേ പ്ലാസ്റ്റിക് ഉണ്ട്, ലിഡ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞില്ലടാ പൊട്ടിക്കുന്ന. പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് നമ്മളിന്ന് പരീക്ഷിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കുറേ നാൾ കഴിക്കലില്ല. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ ഫ്ലേവർ ഇടുമ്പോൾ ഒരു കൊതി തോന്നി. ഇത് നമ്മൾ 20 രൂപയുടെ പ്ലാസ്റ്റിക് ഉണ്ടോ എല്ലാരും പറയാറുണ്ട്. പ്ലാസ്റ്റിക് ഞാൻ വെച്ചുതരാം. ഇതല്ലേ ഇതിനേക്കാൾ വലുതാണോ? ഞാൻ വെച്ചുതരാം. ചിക്കൻ ഫ്രൈ സെറ്റ് അല്ലേ? നെയ്ച്ചോറ് വരൂ. ചിക്കൻ ഫ്രൈ
ബൈ ബൈ ഗായ്സ്. സക്സസ്ഫുൾ ജസ്റ്റ് ഒരു 1/2 മണിക്കൂർ ഫോട്ടോ എടുത്ത് പോകുന്ന വിചാരിച്ചു നമ്മളാണ് 48 മണിക്കൂർ അടുത്ത പ്രാവശ്യം ബൈ. ഹായ് ഗായ്സ്. അങ്ങനെ ബാംഗ്ലൂർ വിടുന്നതിന് മുന്നേ ഏറ്റവും അവസാനത്തെ കൂട്ടുകാരിയും കണ്ടിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഞങ്ങളുടെ സ്കിൻ കെയർ മോശം ഇപ്പോഴും ഫുഡിൽ തന്നെയാണ്. മട്ടൺ ബ്രെയിൻ ഫ്രൈ. എടുത്തോ മോശം ഒരു കാർഡ്. സന്തോഷായില്ലേ? ബാംഗ്ലൂർ ബിരിയാണി ഇട്ടാതിരിക്കുന്നു. ബൈ ബൈ ടു ബാംഗ്ലൂർ. ഓക്കെ, മുട്ടയുള്ള ബിരിയാണി കിട്ടിയല്ലോ. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഇന്ന് ലാസ്റ്റ് ഡേ നമ്മൾ വൈഷുവിനൊക്കെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഫുഡൊക്കെ വെച്ച് തിരിച്ച് പോവാണ്. ആൻഡ് ഐ എം ഷുവർ ഇപ്രാവശ്യത്തെ ബാംഗ്ലൂർ ട്രിപ്പ് വാസ് ദ ബെസ്റ്റ്. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും നടന്നു. നമ്മൾ ഫ്രണ്ട്സിനെ കണ്ടു, നമ്മുടെ വർക്കൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ആൻഡ് കുറേ അൺഎക്സ്പെക്റ്റഡ് കുറേ ലവ് മൊമെൻറ്റ്സ് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കണ്ടു. കുറേ കാര്യങ്ങൾ നടന്നു. ഐ എം ഷുവർ പഠിച്ചം പ്ലാൻ ചെയ്ത കണക്ക് തന്നെ പഠിച്ചനെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആണെങ്കിൽ പോലും. ബട്ട് ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് ട്രിപ്പ്. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോവാണ് തിരിച്ച്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നിങ്ങളോടൊക്കെ ഒരു ബൈ ബൈ പറയാമെന്ന് വിചാരിച്ചാണ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വ്ളോഗ്. അപ്പോൾ ശരി, കാണാം ഇനി. ബൈ.